വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 30 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും. ദെൻ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഹൈ ക്വാളിറ്റി ഓൺലൈൻ ക്ലാസ്സസ്, പ്രീമിയം ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് among the following is a services rented by the factor? താഴെ പറയുന്നതിൽ ഫാക്ടർ നൽകുന്ന സർവീസ് അല്ലെങ്കിൽ സർവീസസ് ഏതൊക്കെയാണ്? Number 1, collection of debts. Number 2, management of receivables. Number 3, maintaining the sales ledger. Number 4, all of these. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആരാണ് ഫാക്ടർ എന്നുള്ളത് അറിയണം. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫാക്ടറിങ്ങിനെ പറ്റിയിട്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഫാക്ടറിങ് എന്താണെന്ന് അറിയണം. അതിനുശേഷം ഫാക്ടർ ആരാന്നുള്ളത് നമുക്ക് കാണാം. ദെൻ അതിലൂടെ നമുക്ക് ഫാക്ടർ ചെയ്യുന്ന സർവീസസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ബിസിനസ്സിൽ നമുക്കറിയാം മെജോറിറ്റി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുക. അപ്പോൾ പ്രോഡക്റ്റ് ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ സെല്ലർ വിൽക്കുന്നു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്കത് തിരിച്ച് കിട്ടണമെങ്കിൽ അവിടെ യൂഷ്വലി ചിലപ്പോൾ 30 ദിവസമോ 45 ദിവസമോ അല്ലെങ്കിൽ 60 ദിവസമൊക്കെ ഡിലേ വരുന്നുള്ളതാണ്, ടൈം വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. പലപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ബിസിനസ് അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു വഴിയാണ് നമുക്ക് തരാനുള്ള പൈസ. ഇപ്പോൾ 60 ദിവസം എടുക്കുമല്ലോ, നമുക്കത് കുറച്ചും കൂടി നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാനുള്ള ഈ റിസീവബിൾസ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഈ റിസീവബിൾസ്, നമ്മൾ ഈ എഗ്രിമെൻ്റ് ഉണ്ടാവും, റിസീവബിൾസ് നമ്മൾ ഒരു തേർഡ് പാർട്ടി കമ്പനി, ആ കമ്പനീനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയാം, ഫിനാൻസ് കമ്പനി, അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് തരാനുള്ള ഈ റിസീവബിൾസ് പിന്നെ ആര് മാനേജ് ചെയ്യും അല്ലെങ്കിൽ ആര് കളക്ട് ചെയ്യും? ഈ ഫിനാൻസ് കമ്പനി ആയിട്ടുള്ള ഫാക്ടർ കളക്ട് ചെയ്യും. സോ ഒരു ഡിസ്കൗണ്ടിന് നമുക്ക് ഈ പറയുന്ന റിസീവബിൾസ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡിസ്കൗണ്ട് പിടിച്ച് ഒരു 90% എമൗണ്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് കിട്ടേണ്ട പൈസ നമുക്ക് ഉടനെ തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കുകയാണ്, അല്ലേ? അപ്പോൾ അത് കമ്പനിക്ക് എന്താണ്, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ പിന്നെന്താ, കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഫാക്ടർ എന്ന് പറയുന്ന ഫിനാൻസ് കമ്പനി റിസീവബിൾസ് മാനേജ് ചെയ്യും, കളക്ട് ചെയ്യാനുള്ള ഡെറ്റ് കളക്ട് ചെയ്യും. ദെൻ കമ്പനിയുടെ ഈ പറയുന്ന സെയിൽസ് ലെഡ്ജറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കി കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ കമ്പനിക്കും കുഴപ്പമില്ല, 60 ദിവസം കഴിഞ്ഞിട്ട് കിട്ടേണ്ട പൈസ നേരത്തെ കിട്ടും. ദെൻ ചെറിയൊരു എമൗണ്ട് പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു വലിയൊരു ബാധ്യതയായിട്ട് കമ്പനി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയാം. സോ ഇതിലുള്ള ഈ ഫിനാൻസ് കമ്പനി, തേർഡ് പാർട്ടി കമ്പനീനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ ഈ ഫാക്ടർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കളക്ഷൻ ഓഫ് ഡെറ്റ്സ്, ഡെറ്റ് കളക്ട് ചെയ്യും കമ്പനിക്ക് വേണ്ടിയിട്ട്. ദെൻ എന്താ, മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ് പറഞ്ഞു. ദെൻ മെയിൻറ്റെയിനിങ് സെയിൽസ് ലെഡ്ജർ. അപ്പോൾ മൂന്നും ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഫാക്ടർ. അപ്പോൾ എന്താ ആൻസർ വരാ? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരാ. ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ, so that's about question number 31. Moving to question number 32. According to what firm should pay 100% dividend if return greater than K, return equal K, then R less than K, or not equal to K? 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ടർ
വാട്ടർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം ഡിവിഡൻഡിൽ രണ്ട് അപ്രോച്ചസ്, രണ്ട് ടൈപ്പിലുള്ള അപ്രോച്ചസ് നമ്മൾ കണ്ടിട്ടുണ്ട്, റെലവൻസും ഇറലവൻസും. വാട്ടറൊക്കെ എന്തിൻ്റെയാ? റെലവൻസ് അപ്രോച്ചിൽ വരുന്നതാണ്. ഇറലവൻസിലാണ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ഓഫ് ദി ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. റെലവൻസ് തിയറിയാണ് വാട്ടർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആളുടെ കോൺട്രിബ്യൂഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത്. ആളുടെ തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ആദ്യം ഒന്ന് കടന്നു പോകാം, അതിനുശേഷം ആൻസർ നോക്കാം. അപ്പോൾ ആൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ കൂടുതലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കെ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവുമാണെങ്കിൽ അത് ഗ്രോത്ത് ഫേം ആണ്. റിട്ടേൺ അത്യാവശ്യം നന്നായിട്ടുണ്ട് കമ്പയറിംഗ് വിത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഗ്രോത്ത് ഫേം ആണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 100% റീറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ഏണിങ്സ് 100% റീറ്റെയിൻ ചെയ്യാൻ, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഗ്രോത്ത് ഫേം ആണ്. സോ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് അവരിപ്പോൾ പുറമെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് നമ്മളത് റീഇൻവെസ്റ്റ് ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പോൾ കാരണം റിട്ടേൺ നമുക്ക് കൂടുതലാണ്, ഇതൊരു ഗ്രോത്ത് ഫേം ആണ്. റിട്ടേൺ എന്താണ്? ഗ്രേറ്റർ ദാൻ എന്താണ്? കെ ആണ് ഇവിടെ പറയുന്നത്, ഫസ്റ്റ് വൺ. അങ്ങനെയാകുമ്പോൾ 100% സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത് ആര്? വാട്ടർ. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുമാണെങ്കിൽ അതൊരു ഡിക്ലൈനിങ് ഫേം ആണ്. ഡിക്ലൈനിങ് ഫേം ആണ്. അപ്പോൾ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനെ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിവിഡൻഡ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോവും, അത് നമ്മുടെ സ്ഥാപനത്തിനെ ബാധിക്കും. സോ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ അവിടെ ഡിവിഡൻഡ് കൊടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുമാണെങ്കിൽ അതൊരു ഡിക്ലൈനിങ് ഫേം ആണ്. സോ അവിടെ ഷെയർ ഹോൾഡേഴ്സിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ നിർബന്ധമായും ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. അതാണ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിട്ടേൺ ഈക്വൽ ടു കെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താണ്? നമ്മൾ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല, നോ ചേഞ്ച്. അതാണ് മറ്റൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നുമാണ് ആളുടെ തിയററ്റിക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇവിടെ എന്താ? ഫേം ഷുഡ് പേ 100% ഡിവിഡൻഡ്. എപ്പോഴാണ് 100% ഡിവിഡൻഡ് കൊടുക്കണ്ടേ? ഇതാ ഞാൻ പറഞ്ഞു, റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുമാണെങ്കിൽ 100% ഡിവിഡൻഡ് കൊടുക്കുക, ഡിക്ലൈനിങ് ഫേം ആകുമ്പോൾ. അപ്പോൾ ഇതിൽ ഏത് ആൻസർ വരാൻ നോക്കിയാൽ 4 ഓപ്ഷനിൽ റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലും. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരാൻ. ഓക്കെ, so that's about question number 32. Moving to question number 33. Which one of the following related to dividend decision is not true? താഴെ പറയുന്നതിൽ ഡിവിഡൻഡ് ഡിസിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് നോക്കാം. നമ്പർ 1, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻവോൾവ്സ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ കൺസിഡറേഷൻസ്. നമ്പർ 2, ഡിവിഡൻഡ് ഇറലവൻസ് തിയറം ടു ഷെയർ വാല്യൂവേഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ Myron Gordon. Then stock dividend does not affect the liquidity position of the company. Dividend can be paid only out of profit. ഇതാണ് 4 സ്റ്റേറ്റ്മെന്റ്സ്. നോക്കാം ഏതാണ് തെറ്റായിട്ട് വരുന്നത് എന്നുള്ളത്. നമ്പർ 1, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻവോൾവ്സ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ കൺസിഡറേഷൻസ്. കറക്റ്റാണ്. ഡിവിഡൻഡ് പേ ചെയ്യണമെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ കൺസിഡറേഷൻ, ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കണം, ലീഗൽ കാര്യങ്ങൾ നോക്കിയിരിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 2, ഡിവിഡൻഡ് ഇറലവൻസ് തിയറം ടു ഷെയർ വാല്യൂവേഷൻ. ഗോർഡൻ ആണ് കൊടുക്കുന്നതല്ല പറയുന്നത്, തെറ്റല്ലേ? ഗോർഡൻ റെലവൻസ് അപ്രോച്ചിന്റെ ആളാ. ഇറലവൻസ് ആരാ പറഞ്ഞില്ല? മോഡ്ജിലാനി മില്ലറാണ്, ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, അതാണ് ആൻസർ. പിന്നെ പറഞ്ഞിട്ടുള്ളതും കൂടി നമുക്ക് നോക്കാം. സ്റ്റോക്ക് ഡിവിഡൻഡ് ഡസ് നോട്ട് എഫക്ട് ദി ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി. കറക്റ്റ് അല്ലേ? സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോണസ് ഷെയർ കൊടുക്കുന്നു, അത് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനെ ബാധിക്കുന്നില്ല. അവിടെ സ്റ്റോക്ക് അല്ലേ പോകുന്നത്, അല്ലേ? അപ്പോൾ കറക്റ്റാണ്. ദെൻ ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതും കറക്റ്റാ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാണ്ട് ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിയൽ ഓണേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിവിഡൻഡ് കിട്ടുള്ളൂ എന്നുള്ളത്. സോ ഫിനാൻഷ്യൽ കൺസിഡറേഷൻ അതല്ലെങ്കിൽ ആ ബിസിനസ്സിനെ ബാധിക്കും. അത് ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നുണ്ട്, ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ കാര്യങ്ങൾ നോക്കണം എന്നുള്ളത്. അത് നമ്മളിതൊക്കെ നോക്കാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ എക്സിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. സോ ഇതിലെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ.
Moving to question number 34. The term capital structure refers to long-term debt, preference shares, and equity shares. Long-term and short-term liabilities, shareholders equity, total assets minus liabilities. എന്താണ് ആൻസർ വരാം? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് യൂസ് ചെയ്യുന്ന അല്ലേ ക്യാപിറ്റലിൻ്റെ മിക്സ്ചറിനെയാണ്, ഡെറ്റ് ഇക്വിറ്റി മിക്സ്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ നോക്കിയാൽ ആദ്യത്തെ ലോങ് ടേം ഡെറ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഇതല്ലേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ശരിക്കും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. രണ്ടാമത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ലൈബിലിറ്റീസ് വരും ഇല്ല. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇക്വിറ്റി മാത്രം എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ ഇഗ്നോർ ചെയ്തു, അപ്പോൾ അതും അല്ല. ദെൻ ടോട്ടൽ അസെറ്റ്സ് മൈനസ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നെറ്റ് വർത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, നെറ്റ് വർത്തിനല്ല നമ്മൾ ടോട്ടൽ അസെറ്റ്സ് മൈനസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതുമല്ല. അപ്പോൾ ആദ്യത്തെ ആണ് ആൻസർ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 35. നമുക്കിത് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ഫോൾസ്? താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നമ്പർ 1, the cost of capital is lower than cost of debt. Number 2, the equity shares of a company must give a higher return than debt because equity shares involve more systematic risk. Number 3, cost of capital is the minimum rate of return that a firm requires to increase the value of firm in the marketplace. Number 4, the cost of equity capital is very difficult to estimate. നമുക്ക് നോക്കാം ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞല്ലേ. നമ്പർ 1, the cost of equity capital is lower than the cost of debt. തെറ്റല്ലേ? ഇതാണ് തെറ്റ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ആണെന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആക്ച്വലി കൂടുതലാണ് വരെ കോസ്റ്റ് ഓഫ് ഡെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം എന്താ? നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവരാണ് റിസ്ക് ആക്ച്വലി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവർ കൂടുതൽ റിസ്ക് ബെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് ഓഫ് എന്താണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി അല്ലേ കൂടുതലാണ് കോസ്റ്റ് ഓഫ് ഡെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അവർക്ക് റിസ്ക് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ റിട്ടേണും കൂടും. നേരെ മറിച്ച് ഡെറ്റ് ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അവരുടെ കേസിലോട്ട് പോകുമ്പോൾ അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അവർ റിസ്ക് ബെയർ ചെയ്യുന്നില്ല. വെദർ ദർ ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ കമ്പനി, the company must need to provide fixed rate of interest to the debenture holders. അപ്പോൾ അവർക്ക് റിസ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആണ്. സോ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ ആയിരിക്കും. ഇവർക്ക് എന്തുകൊണ്ട് കൂടുന്നു? റിസ്ക് കൂടുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then number 2, the equity shares of a company must give a higher return കൊടുക്കും than debt because equity sharesന് എന്താ സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ട്. ശരിയാണ്, അതാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. Then cost of equity capital is the minimum rate of return that a firm requires to increase the value of firm in the marketplace. കറക്റ്റ് അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ മീനിങ് ആണ് പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ എന്താണ് ബേസിക് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ്. അതും കറക്റ്റാണ്. കാരണം കോസ്റ്റ് ഓഫ് ഡെറ്റിന്റെ കേസിലോട്ട് പോകുമ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അല്ലെ ഇക്വേഷൻ കറക്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ റിസ്ക് ഉണ്ട്, ഒരുപാട് എലമെന്റ്സ് വരാണ്. സോ ക്യാപിറ്റൽ അസെറ്റ് പ്രൈസിങ് മോഡൽ വെച്ചിട്ട് ചിലപ്പോൾ റിസ്കിന്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഇനി ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ മൂന്നും കറക്റ്റാണ്. തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 35. അപ്പോൾ 5 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങാം. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.